തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഗൂഢാലോചന തള്ളിയ എഡിജിപിയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നടപടി കാത്ത് രാഷ്ട്രീയ കേരളം. ബാഹ്യ ഇടപെടൽ നടന്നിട്ടില്ലെന്ന എഡിജിപിയുടെ റിപ്പോർട്ടിൽ പരാമർശം ഏറെയും കമ്മീഷണർ അങ്കിത് അശോകിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ്. ഈ ഡിഐജിയും ഐജിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നിരിക്കെ തുടർ നീക്കങ്ങൾ നിർണായകം. അതേസമയം പൂരം കലക്കലിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മറികടന്നാണ് തൃശൂർ പൂരം അലങ്കോലമായതിൽ 5 മാസങ്ങൾക്ക് ശേഷം എഡിജിപി MR അജിത് കുമാർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് DGPക്കും മുഖ്യമന്ത്രിക്കും കൈമാറിയിട്ടുണ്ട്. എന്നാൽ ബാഹ്യ ഇടപെടലുകളും ഗൂഢാലോചനകളും ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ഇതുണ്ടായിട്ടില്ലെന്നാണ് എഡിജിപിയുടെ റിപ്പോർട്ടിലുള്ളത്. നടന്നത് കമ്മീഷണർ അങ്കിത് അശോകിന്റെ പാളിച്ചയാണെന്നും പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതിലടക്കം വീഴ്ചയുണ്ടായെന്നും എണ്ണിപ്പറയുന്നതാണ് റിപ്പോർട്ട്. മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സമയത്ത് തന്നെ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന റിപ്പോർട്ടിൽ അത് മറികടക്കാതിരുന്നതിൽ പരാമർശമില്ല. സ്ഥലത്തുണ്ടായിട്ടും എഡിജിപിയുടെ ഇടപെടലും പറയുന്നില്ല. വിഷയത്തിൽ സ്വയം കൈകഴുകാനാണ് എഡിജിപി MR അജിത് കുമാർ ശ്രമിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി ആയിട്ടും സ്ഥലത്ത് ഇടപെടൽ നടത്താത്തതിൽ അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനമുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു പരാമർശവും റിപ്പോർട്ടിലില്ല. റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. മുഖ്യമന്ത്രി ഇനി എന്ത് തരത്തിലുള്ള നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. അതേസമയം പൂരം അട്ടിമറിച്ചതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് UDF-ഉം BJP-യും. ജനം, തിരുവനന്തപുരം.